നിന്നെ ഇഷ്ടമല്ല. നമ്മുടെ ദേവന്റെ പെണ്ണിന് എടോ താനെന്തീ പറയുന്നേ? ശരിക്കും നമ്മുടെ എൻ്റെ ശ്രീയേട്ടാ, ഞാൻ എന്തിനാ ചുമ്മാ പറയുന്നേ? അത് നമ്മുടെ ദേവന്റെ കാര്യം. ഏത് കുട്ടിയാന്ന്? അമ്മ ആരെയും കാണാൻ പോയില്ലായിരുന്നല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച ആ കുട്ടിയെ കണ്ടത്. അത് ശരി, ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതോ? താൻ എന്താണോ ഈ പറയുന്നത്? എന്റെ പൊന്നിരേണു, ഹോസ്പിറ്റലിൽ വെച്ച് ഏതോ ഒരു കൊച്ചിനെ കണ്ടെന്ന് വെച്ച് ആ കൊച്ചിനെ പിടിച്ച് നമ്മുടെ മാധവനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റും? ഓ എൻ്റെ ശ്രീയേട്ടാ, നിങ്ങളിങ്ങനെ തൂക്കിക്കയറി വെടിവെക്കാതെ. ഞാൻ പറഞ്ഞു എനിക്കറിയാത്ത കുട്ടിയാണെന്ന്. ആ കുട്ടിയെ എന്നേക്കാളും നന്നായിട്ട് ശ്രീയേട്ടനെ അറിയാവുന്ന. എനിക്കോ? ആ, നിങ്ങൾക്ക് തന്നെ. അതാരാ? അർപ്പിത രാമചന്ദ്രൻ. ആര്? അപ്പോ താൻ കുട്ടിയുടെ കാര്യം തന്നെയാണോ പറയുന്നത്? അതെ എൻ്റെ ശ്രീയേട്ടാ, ശ്രീയേട്ടനെ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്, നമ്മുടെ പ്രിയയുടെ മോള്. ഓ അമ്മ, നമ്മുടെ അച്ഛൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന, ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന അപ്പൂൻ്റെ കാര്യമാണോ പറയുന്നത്? ആ, ഞാനവിടെ 1-2 തവണയൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടിയത്. ഓഹോ, അപ്പോ നമുക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിൽ ഓക്കെ, നമുക്കൊന്ന് നോക്കിക്കളയാം. ശ്രീയേട്ടാ, എന്തീ ആലോചിക്കുന്നേ? താൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നടക്കാൻ പാടില്ല. അതെന്താ ശ്രീയേട്ട അങ്ങനെ തോന്നാൻ? അപ്പോ നല്ല കുട്ടിയാണ് എന്ന് ശ്രീയേട്ടൻ തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത്? ശരിയാ, അവള് നല്ല കുട്ടി തന്നെയാ. ബട്ട് അവർ രണ്ടുപേരും ചേരില്ല രേണു. അവർ രണ്ടുപേരും 2 ദിശയിലൂടെ ഒഴുകുന്ന പുഴയെ പോലെയാണ്. They are not need to be together. എൻ്റെ ശ്രീയേട്ട, ഇതായിരുന്നോ? നിങ്ങൾ പറയണതൊക്കെ ശരിയായിരിക്കാം. അപ്പുമോളെ ഞാൻ ഇന്നൊരു ദിവസം കണ്ടൊരു പരിചയമുള്ളൂ എങ്കിൽ പോലും എന്തോ എനിക്ക് അവർ ചേരുന്നെന്തോ ഒരു തോന്നൽ പോലെ. എടാ പ്ലീസ്, നമുക്കൊന്ന് നോക്കി നോക്കാം. എനിക്കെന്തോ നല്ല ഉറപ്പുണ്ട് ഏട്ടാ. ശരി, എന്നാ താൻ പറഞ്ഞ പോലെ നടക്കട്ടെ. എന്നാ നമുക്ക് നോക്കാം. ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കേണ്ട എന്തായാലും. പിന്നെ നമുക്ക് നാളെ തന്നെ അവരൊന്ന് പോയി കാണാം. ശരിയാ, നാളെ തന്നെ പോയേക്കാം. ഞാൻ എന്തായാലും ഹാഫ് ഡേ ലീവ് എടുക്കാം. പ്രിയ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ഏട്ടാ? എടി, ആ TV ഒന്ന് ഓൺ ചെയ്യും. ഓ, നിങ്ങൾക്ക് എന്താ മനുഷ്യ, ഇവിടെ ഇരിക്കണ ഈ TV ഓൺ ചെയ്യാനാണോ എന്നെ ആ അടുക്കളയിൽ ഇരിക്കുന്ന എന്നെ താൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി? അതെ, നിന്നെ പിന്നെ എന്തൊക്കെ ഞാൻ കെട്ടിക്കൊണ്ടു വന്നെ? അതെ, നിങ്ങൾ വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കല്ലോ കുരങ്ങ നിന്റെ തന്തം. പോയി നോക്ക്, എന്റെ അച്ഛനായിരിക്കും. നിങ്ങൾക്ക് ഞാൻ തരാട്ടാ. അയ്യോ, ഇത് ആരൊക്കെയാ? മാഡം സാറും എന്തോന്നും പറയാതെ വന്ന് വാ, അകത്തേക്കിരിക്കാ. വാ. നിങ്ങളായിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറെ നാളായിട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം എന്ന് വെച്ചിട്ട് ഇരിക്കുന്നു. അതാ എന്നാക്കിയ. ഓ ആണോ, സന്തോഷം. നിങ്ങൾക്ക് ഞാൻ കുടിക്കാൻ എടുക്കാം, നിങ്ങൾ ഇരിക്കും. അല്ല, മക്കളെ കണ്ടില്ലല്ലോ. ഇളകൾ സ്കൂളിൽ പോയേക്കുവാ. പിന്നെ മൂത്തതാണെങ്കിൽ വന്നു തൊട്ട് കറക്കമാണ്. ഓ ആണോ? സത്യത്തിൽ ഞങ്ങൾ വന്നതൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയാ വന്നത്. എന്തായി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങൾ ശരിക്കും വന്നതൊരു കല്യാണക്കാര്യം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്.
കല്യാണം ആർക്ക്? അത് ഞങ്ങളുടെ മകൻ മാതാവിന് വേണ്ടി. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾക്ക് മാതാവിന് വേണ്ടി അപ്പുമോളെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളായിരുന്നു എന്നുണ്ട്. എന്തു പറ്റി? നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ അതുകൊണ്ടല്ല, പെട്ടെന്ന് കേട്ടപ്പോൾ അതാണോ? അല്ല, എന്താ നിങ്ങളുടെ അഭിപ്രായം? മാഡം, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങളെപ്പോലത്തെ വലിയ കുടുംബമൊന്നുമല്ല ഞങ്ങളുടെ. നിങ്ങൾ ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ആലോചിക്കാതെ ഇത്ര വലിയ കാര്യം ഞങ്ങൾ പറയുന്നു തോന്നുന്നുണ്ടോ രാം? നമുക്ക് പ്രിയ, സത്യത്തിൽ ഞാൻ കുറേ നാളായി എൻ്റെ മോന് വേണ്ടി ഒരു പെണ്ണാലോചിക്കാൻ നടന്നിട്ട്. പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അപ്പുമോളെ കണ്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടമായി. പിന്നെ ശ്രീയേട്ടനും മോളെക്കുറിച്ച് കുറേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയ, എനിക്കവളെ എൻ്റെ മരുമകളായിട്ട് തരില്ലേ നീ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല മാഡം അതിൽ. മോൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതം. അഴകിയ ലൈല ടുടുടുടുടു എമിനത്തെ സ്റ്റൈല ടുടുടുടുടു സന്തന വേല ടുടുടുടുടു ഇവൾ മണ്ണത്ത പുയല ടുടുടുടുടു അടട പൂവൻ മാനാടോ ഓ ഓ ഓ അഴകക്ക് ഇവൻ തൈനാടോ ആ ആ ആ നശിപ്പിച്ച് ഡാൻസും കളിച്ചും പാട്ടും പാടി വരുന്നത് ആരാ? ആ നമ്മുടെ കഥാനായിക തന്നെയാ. അപ്പോ പിന്നെ അവളുടെ കൂടെ ഓയി വിടാൻ നമ്മുടെ നിത്തു. എൻ്റെ കർത്താവേ. മാഡം, നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ വീടും മാർഗമാണ് കയറിയത്. ഇതെൻ്റെ വീട് തന്നെയാണല്ലോ. ഇവരെന്താ ചെയ്യുന്നത്?